ഹലോ, ഞാനിന്ന് വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ട്രിവാൻഡ്രം സൈഡിൽ ഈ കക്ക ഇറച്ചി കിട്ടാറില്ല. ഇവിടെ ചിപ്പിയാണ് കിട്ടുന്നത്. ഇത് ആലപ്പുഴയിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന PG ആയിട്ട് നിൽക്കുന്ന ഒരു സൂപ്രണ്ട് കൊണ്ടുവന്നതാണ്. ആലപ്പുഴയൊക്കെ ഇത് ഇന്ന് രാവിലെ കൊണ്ടുവന്നതാണ്. ആലപ്പുഴ ഇത് ശരിക്കും കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെ കിലോയ്ക്കൊക്കെ 200 രൂപയേ ഉള്ളൂ. അതെ, അങ്ങനെ ഞങ്ങൾ കണ്ട ഇന്ന് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് വൃത്തിയാക്കുന്നതാണ്. ഇത് വൃത്തിയാക്കുമ്പോൾ ഇതിലിങ്ങനെ ഒരു അഴുക്കുണ്ട്. ഇതുപോലെ ഇതെടുത്ത് കളയും. അതങ്ങനെ കളഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ ആ അഴുക്ക് ഇത് നമ്മളിപ്പോഴും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതാണ്. ഇതിനി നമുക്ക് പുരട്ട് വയ്ക്കാനായിട്ടാണ് ഞാൻ കക്ക ഇറച്ചി ഇത്രയും എടുത്തിരിക്കുന്നത്. പുരട്ട് വയ്ക്കാനാണ്. നമ്മൾ ചിക്കൻ പുരട്ടൊക്കെ വയ്ക്കാറില്ലേ, അതുപോലെ പുരട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തിരുന്ന അഴുക്കുകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇത് രണ്ടും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് പുരട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10-25 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്ത് കീറി മുറിച്ചതാണ്. ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് തക്കാളി, 2 വലിയ തക്കാളി, 1 ചെറിയ തക്കാളി. തീരെ വലുതല്ല, 2 മീഡിയം സൈസാണ്. അതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല. ഒരു ലേശം ഇടാൻ സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഡെപ്യൂട്ടി പറഞ്ഞത് കാരണം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ സാധാരണ പുരട്ട് വയ്ക്കാനായിട്ട്, അതായത് കക്ക പുരട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കാറില്ല. ആലപ്പുഴയുള്ള ഡെപ്യൂട്ടി സിസ്റ്റർ പറഞ്ഞത് അവർ ചേർക്കാം, അതുകൊണ്ട് ഞാൻ ഒരല്പം എടുത്തെന്നേ ഉള്ളൂ. ഇത് 1.5 ടീസ്പൂൺ കറി മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല. ചേർത്തിട്ടുണ്ട്. എണ്ണ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം, സൺഫ്ലവർ ഓയിലോ ചേർക്കാം. ഞാനിപ്പോഴും സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ കക്ക ഇറച്ചി വരുന്നതേ അവർ വേവിച്ചിട്ടാണ് വിലയ്ക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടും, പക്ഷേ ഇവിടെ ട്രിവാൻഡ്രം സൈഡിൽ ഞങ്ങൾ നെയ്യാറ്റിൻകരയാണ് താമസം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഈ കക്ക ഇറച്ചി കിട്ടാറില്ല. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ച എണ്ണയിലേക്ക് തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റാവുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്ത് ഒരു 5-10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഇഞ്ചി ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്യുന്നതിന് മുമ്പേ എടുത്ത് വെച്ചേക്കുന്ന മസാല കൂട്ടുകളെല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്ര കളറായാൽ മതിയേ. മുളകിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 10 മിനിറ്റ് നേരം എണ്ണയിൽ ഇട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ നമ്മൾ പുരട്ട് വയ്ക്കുമ്പോൾ തമ്മിൽ ഒട്ടത്തില്ല കേട്ടോ. നമ്മളത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് എടുക്കാതിരുന്നാലുണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞതുപോലെ ആയിപ്പോകും. ഇത് നമുക്ക് കക്ക അങ്ങ് കുഴയത്തില്ല. ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. നമ്മുടെ കക്ക പുരട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കക്ക പുരട്ട് കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം, ചപ്പാത്തി, പെറോട്ട,
കപ്പ ഇതെല്ലാം ഈ കറി വെച്ച് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.